എങ്ങനെ സ്പ്ലെൻഡറിൽ ബാക്കിൽ 16 ഇഞ്ച് വീൽ സെറ്റ് ചെയ്തതിനെ പറ്റിയുള്ളൊരു പറയുന്നത് സ്പ്ലെൻഡറിൻ്റെ ഫ്രണ്ടിൽ കെട്ടുന്ന കമ്പിയാണ്. മോട്ടോയുടെ 16 ഇഞ്ചിൻ്റെ ടയറാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഹേ ഗൈസ്, വെൽക്കം ടു ശിവ. യു ആർ വാച്ചിങ് TVM ഓട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യെസ് ഗൈസ്, നമ്മുടെ ചാനലിൻ്റെ നെയിം മാറ്റിയിട്ടുണ്ട്. ടെക് ആൻഡ് വ്ലോഗ് മലയാളി എന്നുള്ളത് മാറ്റി TVM ഓട്ടോമോട്ടീവ്സ് എന്ന് മാറ്റിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ടെക് ആൻഡ് വ്ലോഗ് മലയാളി ഷോർട്ട് ഫോമാണ് TVM. പിന്നെ നമ്മുടെ എന്നാ വേണ്ട, നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് വരാനായിട്ട് TVM ഓട്ടോമോട്ടീവ്സ് എന്നാക്കിയതേ ഉള്ളൂ. അത് നിങ്ങളാരും മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ എന്നാ പറയണ്ട, ചാനൽ ഇത് തന്നെ. ഞങ്ങൾ ചാനലൊന്നും മാറിപ്പോയില്ല. ഒത്തിരി വെച്ച് ചാനൽ മാറിപ്പോയി സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി കമൻറ്റ് വന്നായിരുന്നു. പക്ഷേ ഒത്തിരി പേര് അത് പോസിറ്റീവായിട്ട് എടുക്കുകയും ചെയ്തു. സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. സോ അപ്പോൾ നമ്മൾ ഇന്ന് തമിഴിൽ കണ്ടപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്പ്ലെൻഡറിൽ ബാക്കിൽ 16 ഇഞ്ച് വീൽ സെറ്റ് ചെയ്തതിനെ പറ്റിയുള്ളൊരു പ്രോപ്പർ ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ്. കഴിഞ്ഞ വട്ടം ഫീഡൗണ്ട് ചെയ്തപ്പോഴേ എല്ലാവരും പറഞ്ഞത് സ്പ്ലെൻഡറിൻ്റെ വേണമെന്ന്. സോ അതിനെന്തൊക്കെ എടുക്കണം, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് സ്പ്ലെൻഡറാണ്. കണ്ടല്ലോ, സ്റ്റോക്ക് സ്പ്ലെൻഡറാണ്. അതിൽ നമ്മൾ ബാക്കിൽ 16 ഇഞ്ച് വീൽ ചെയ്യാൻ പോകണം. അപ്പോൾ എടുത്തേക്കുന്ന സാധനങ്ങൾ എന്നാണെന്ന് കാണിച്ചത്. അപ്പോൾ അതിന് വേണ്ടി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് മണ്ടപ്പിൻ്റെ 16 ഇഞ്ച് റിമ്മാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി റിമ്മ് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി റിം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ആൻഡ് ടയർ എന്ന് പറയുന്നത് മോട്ടോഡിയുടെ ടയറായിട്ട് എടുത്തേക്കുന്നത്. MRFിൻ്റെ മോട്ടോഡി 16 ഇഞ്ച് റിം ടയേഴ്സിൻ്റെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളതും ഫാൻസ് ഉള്ളതും ഉള്ളൊരു മോഡലാണ് ഈ മോട്ടോഡി എന്ന് പറയുന്നത്. ഇത് കണ്ടല്ലോ, 325/16 സൈസാണ് എടുത്തേക്കുന്നത്. 325 എന്ന് പറയുന്നതിൻ്റെ തന്നെ പറയേണ്ടത് വീതിയാണ് കേട്ടോ. ബാക്കി വരുന്ന ടൈപ്പാണ്. ഇത് പല വീതി വരുന്നുണ്ട്. സോ അതിനകത്ത് 325/16 എന്നുള്ള മോഡൽ 16 ഇഞ്ച് ഒരു ടയറാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആൻഡ് ഒത്തിരി പേർക്കുള്ള സംശയമാണ് ബാക്കിൽ യൂസ് ചെയ്യുന്ന കമ്പി. നമ്മൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞത് ബാക്കിൽ നമ്മൾ ബുള്ളറ്റിൻ്റെ കമ്പിയിട്ട് കെട്ടാൻ പറ്റും. പക്ഷേ ബുള്ളറ്റിൻ്റെ കമ്പി ഇച്ചിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് നമ്മളിപ്പം വന്ന് നിന്നേക്കെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് സ്പ്ലെൻഡറിൻ്റെ ഫ്രണ്ടിൽ കെട്ടുന്ന കമ്പിയാണ്. ഫ്രണ്ടിൽ സ്റ്റോക്ക് സ്പ്ലെൻഡറിൽ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്ന സ്പോക്സാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ വണ്ടിയിൽ നിന്നുള്ള എന്നാ പറയണ്ടേ, ബാക്കിലത്തെ സെക്ഷൻ അഴിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ടൈം ലാപ്സ് കണ്ടുമ്പോഴത്തേക്കും ബാക്കി ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ബാക്കിൽ 16 ഇഞ്ച് കൺവേർഷനിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നമുക്ക് വണ്ടിയിൽ ആവശ്യമുള്ള സാധനം തന്നെ ഇത് മാത്രമേ ഉള്ളൂ. വേറൊന്നും നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ പരിപാടി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് നേരെ പോയി ഈ റിമ്മ് കെട്ടിക്കാൻ കൊടുക്കണം. റിമ്മിലോട്ട് ആ ടയർ ഇടണം, നേരെ കൊണ്ട് വണ്ടിയിലോട്ട് കയറ്റുക. അതേ ഉള്ളൂ, വേറെ പരിപാടീസ് ഒന്നുമില്ല. സോ നമുക്കപ്പം അതിൻ്റെ പരിപാടി നോക്കാം. സോ ഗൈസ്, നമ്മളിത് ടയറും കമ്പിയും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബാക്കിൽ കയറ്റാൻ പോകുന്നത്. ഇനി പണി ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് വണ്ടിയോട് സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് വന്ന് മോട്ടോഡിയുടെ മോട്ടോഗ്രിപ്പ് മോട്ടോഡി എന്ന് പറയുന്നത് വെച്ചാൽ MRFിൻ്റെ മോട്ടോഡി എന്ന് പറയുന്ന ടയറാണ് ഇതെന്ന് പറയുന്നത്. സൈസ് എന്ന് പറയുന്നത് 325/16 സൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വീതി ആണ് 325 എന്ന് പറയുന്നത്. 16 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമീറ്റർ കേട്ടോ. സോ ഈ സാധനം വണ്ടിയോട് കയറ്റാനായിട്ട് ഇനിയും പ്രത്യേകിച്ച് വേറെ പരിപാടിയില്ല. ജസ്റ്റ് വണ്ടിയോട് ബാക്കിലോട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതിയാവും. നമുക്ക് അതിൽ കയറ്റിയിട്ട് ബാക്കി വീഡിയോസ് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ സ്പ്ലെൻഡറിൽ ബാക്കിൽ 16 ഇഞ്ചിൻ്റെ റിമ്മ് ചെയ്യാം, റിമ്മ് ടയർ ആ സെക്ഷൻ ചെയ്യാമെന്നുള്ളതാണ്. ഒത്തിരി പേരായിട്ട് എൻ്റെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ കമ്പി എടുക്കണം, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മുതൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഗൈസ്, നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ മോട്ടോഡിയുടെ 16 ഇഞ്ചിൻ്റെ ടയറാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് നമ്മൾ യൂസ് ചെയ്ത റിം എന്ന് പറയുന്നത് 16 ഇഞ്ചിൻ്റെ SD റിമ്മാണ് യൂസ് ചെയ്തേക്കുന്നത്. കെട്ടാൻ യൂസ് ചെയ്യുന്ന സ്പോക്സ് എന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സ്പോക്സ് യൂസാണ് നമ്മൾ ബാക്കിൽ കെട്ടിയേക്കുന്നത്. സോ കണ്ടല്ലോ, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഒരു രക്ഷയില്ല, ഓടിക്കാനായിട്ട് ലുക്ക് ഒരു രക്ഷയില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നിങ്ങളുടെ ലുക്ക് കണ്ടല്ലോ, വണ്ടി പക്കാ പെർഫെക്റ്റ് ലുക്കാണ്. സോ ഇതിനെപ്പറ്റിയുള്ള വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്നെ താഴെ എൻ്റെ നമ്പർ ഉണ്ടായിരിക്കും, എന്നെ കോൺടാക്ട് ചെയ്താലും മതി. ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ID ദാറ്റ് പിസ്റ്റൺ ബോയ് എന്ന് ഇൻസ്റ്റാ സെർച്ച് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ID കിട്ടും. അവിടെ വന്നാണെങ്കിലും എൻ്റെ അടുത്ത ഡൗട്ട്സ് വെച്ച് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ ഫുൾ റിവ്യൂ പോലൊരു റിവ്യൂ നമ്മുടെ ചാനൽ വേറെ കിടപ്പുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുന്ന കാരണം കമൻറ്റ് ചെയ്യുക.
Well, it's me Shiva signing off from TVM Automotives.